ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും 2026 പുതിയ വർഷത്തിൽ പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നല്ലോ. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 21 അധ്യായം 5 വചനം, ഇതാ ഞാൻ എല്ലാം പുതുതാക്കുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഇത് ദൈവം സിംഹാസനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ദൈവം ഒരു അധ്യാപകനായിട്ടോ സഹായിയായിട്ടോ ആശ്വാസകനായിട്ടോ സംസാരിക്കുന്നതല്ല, മറിച്ച് രാജാവും സൃഷ്ടാവുമായി സംസാരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ഞാൻ എല്ലാം പുതുതാക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം മനുഷ്യ കാലഘട്ടത്തിൽ നിന്നല്ല, നിത്യതയിൽ നിന്നാണ് പുതുവത്സര വചനം നമ്മോട് സംസാരിക്കുന്നത്. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവം കാണുന്നു. ലക്ഷ്യമില്ലാതെ നിങ്ങളുടെ ഭൂതകാലം, ആശയക്കുഴപ്പമില്ലാതെ നിങ്ങളുടെ വർത്തമാനം, അനിശ്ചിതമില്ലാതെ നിങ്ങളുടെ ഭാവി. നോക്കൂ പ്രിയരെ, ഞാനെല്ലാം പുതുതാക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അവൻ കാലക്രമേണ തന്നെ അധികാരം പ്രഖ്യാപിക്കുകയാണ്. ഇത് ദൈവം പുതുവർഷത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണമല്ല, ഇത് ഭാവിയെ ആജ്ഞാപിക്കുന്ന ദൈവമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം നന്നാക്കുന്നവനല്ല, അവൻ ഒരു പുനർസൃഷ്ടാവാണ്. ബൈബിൾ അവൻ നമ്മോട് പറയുന്നു, തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നു, ഞാൻ എല്ലാം പുതിയതാക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം സൃഷ്ടിപരമാണ്, അവിടെ തിരുത്തൽ നൽകുന്നില്ല. ഉൽപ്പത്തി 1 നാം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവം കുഴപ്പങ്ങൾ നന്നാക്കിയില്ല, അവൻ ക്രമം സൃഷ്ടിച്ചു എന്നാണ്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ദൈവം മനുഷ്യത്വത്തെ മെച്ചപ്പെടുത്തിയില്ല, അവൻ ഒരു പുതിയ മനുഷ്യത്വത്തെ സൃഷ്ടിച്ചു. രക്ഷയിൽ ദൈവം പഴയ വ്യക്തിത്വത്തെ മിനുസപ്പെടുത്തുന്നില്ല, അവൻ അതിനെ ക്രൂശിക്കുകയും പുതിയതിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ! ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായം 17 വചനം പറയുന്നത്. ഈ പുതിയ വർഷം സ്വയം മെച്ചപ്പെടുത്തലിനെ കുറിച്ചല്ല, അത് ദൈവിക പുനഃസൃഷ്ടിയെക്കുറിച്ചാണ്. ആമേൻ. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുതിയത് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം എല്ലായ്പ്പോഴും ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു, ഒരിക്കലും പിന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവീയ സന്ദേശം എന്ന് പറയുന്നത്, ദൈവം ഒരിക്കലും പഴയതിൽ അവസാനിക്കുന്നില്ല. യെശയ്യാ പ്രവചിച്ചു, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് ഉത്ഭവിക്കുന്നു. യെശയ്യാ 43 അധ്യായം 19 വചനം. യിരെമ്യാവും പ്രവചിച്ചു, ഞാൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കും. യിരെമ്യാ 31 വചനം. യെഹെസ്കേൽ പ്രവചിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും നൽകും. യെഹെസ്കേൽ 36 അധ്യായം 26 വചനം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടും അത് നിറവേറ്റുകയാണ്. ഞാൻ എല്ലാം പുതുതാക്കുന്നു. പുതുവത്സരം ദൈവത്തിൻ്റെ നിത്യമായ ദിശയുമായുള്ള പ്രവചനപരമായ വെളിപ്പെടുത്തലാണ്, പൊരുത്തപ്പെടുത്തലാണ്. ഹല്ലേലൂയ. നാലാമതായി നമുക്ക് മനസ്സിലാക്കുന്നത്, ദൈവജനം എപ്പോഴും പ്രതിസന്ധികളിലൂടെ പുതിയ കാലങ്ങളിലേക്ക് പ്രവേശിച്ചു. ബൈബിൾ അനുസരിച്ച് പുതിയ തുടക്കങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ വന്നല്ല. മരുഭൂമിക്ക് ശേഷം ഇസ്രയേൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചു. ഗുഹകൾക്ക് ശേഷം ദാവീദ് രാജത്വത്തിൽ പ്രവേശിച്ചു. കുരിശിന് ശേഷം യേശു മഹത്വത്തിൽ പ്രവേശിച്ചു. സഭ പീഡനത്തിലാണ് ജനിച്ചത്. ചരിത്രം ഒരു മാതൃക വെളിപ്പെടുത്തുന്നു. ആശ്വാസത്തിലൂടെയല്ല, സമ്മർദ്ദത്തിലൂടെയാണ് ദൈവം പുതിയ ഋതുക്കളെ ജനിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഭാരമേറിയതോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ വേദനാജനകമോ ആയിരുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ അഭാവത്തിൻ്റെ തെളിവല്ല, അത് പരിവർത്തനത്തിൻ്റെ തെളിവായിരിക്കാം. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്, പുറത്തു പോകുന്നതിന് മുമ്പ് പുതിയത് ഉള്ളിൽ ആരംഭിക്കുന്നു. പുതിയത് ഉള്ളിൽ ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തി ഒരിക്കലും സാഹചര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നില്ല. ഇത് ആരംഭിക്കുന്നത് ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്. പലരും കാത്തിരിക്കുന്നു പുതിയ ജോലി, പുതിയ സ്ഥലം, പുതിയ മുന്നേറ്റം. എന്നാൽ ദൈവം കാത്തിരിക്കുന്നു പുതിയ കീഴടങ്ങൽ, പുതിയ അനുസരണം, പുതിയ വിശ്വാസം. കർത്താവിനെ കാത്തിരിക്കുന്നവർ അവരുടെ ശക്തി പുതുക്കും. യെശയ്യാ പുസ്തകം 40:31 വചനം. ആഴമേറിയ പുതുവത്സര അത്ഭുതം നിങ്ങളുടെ ചുറ്റുമുള്ള മാറ്റങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുന്നതാണ്.
ആറാമതായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പുതിയ അവൻ്റെ വിശ്വസ്തതയിൽ വേരൂന്നിയതാണ്. ദൈവത്തിൻ്റെ പുതുമ അവൻ്റെ വിശ്വസ്തതയെ റദ്ദാക്കുന്നില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വചനം. ഇതിൻ്റെ അർത്ഥം പുതിയ കാലം, അതെ, ദൈവം പുതിയ വെല്ലുവിളികൾ, അതെ, വാഗ്ദാനങ്ങൾ, പുതുവർഷം, അതേ, ഉടമ്പടി. ദൈവം മാറുന്നതിനാൽ അവൻ പുതിയവനല്ല, ദൈവം പുതിയവനാണ്. കാരണം അവൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നില്ല. അവൻ്റെ കരുണകൾ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ്. ദൈവം ഒരിക്കലും പഴയതാകാത്തതിനാൽ പുതുവത്സരം സാധ്യമാണ്. ഈ വർഷം വെറും ഒരു വർഷമല്ല, ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു സീസണാണ്. വിശ്വാസത്താൽ ഇത് പ്രഖ്യാപിക്കുക. തകർന്നത് എന്നെ നിർവചിക്കില്ല, വൈകിപ്പോയത് എന്നെ നിഷേധിക്കില്ല, വേദനാജനകമായത് എന്നെ നശിപ്പിക്കില്ല. കാരണം ദൈവം എല്ലാം പുതുതാക്കുന്നു. സംശയത്തിനു ശേഷം വിശ്വാസം, നഷ്ടത്തിനു ശേഷം പ്രത്യാശ, ദുഃഖത്തിനു ശേഷം സന്തോഷം, ആശയക്കുഴപ്പത്തിനു ശേഷം ഉദ്ദേശം. ഹല്ലേലൂയ! നിത്യത ഇതിനകം തന്നെ നമ്മെ സ്പർശിക്കുകയാണ്. വെളിപ്പാട് 21 എന്നത് പിന്നീട് സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് ഇപ്പോൾ സ്വർഗം ആക്രമിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം പറയുമ്പോൾ ഇത് ഒരു ക്ഷണമാണ്. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക, വ്യത്യസ്തമായി കാണുക, ആഴത്തിൽ വിശ്വസിക്കുക, മുന്നോട്ട് നടക്കുക. പുതുവർഷം ഒരു കലണ്ടർ പേജ് മറിക്കുന്നതിനെ കുറിച്ചല്ല, ദൈവത്തിന്റെ തുടർച്ചയായ നവീകരണ കഥയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതിനെ കുറിച്ചാണ്. അതിലെ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. കർത്താവേ, നീ സിംഹാസനത്തിൽ നിന്ന് പറഞ്ഞതുപോലെ ഈ വർഷം നിന്റെ വചനം ഭരിക്കട്ടെ. ക്ഷീണിച്ചതിനെ പുതുതാക്കണമേ, മുറിവുള്ളതിനെ സുഖപ്പെടുത്തണമേ, ഉറങ്ങുന്നതിനെ ഉണർത്തണമേ. എൻ്റെ ജീവിതം നീ ഇപ്പോഴും എല്ലാം പുതുതാക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറട്ടെ. ആമേൻ. God bless you.